ഇസ്ലാമിനെ അവഹേളിക്കാൻ വേണ്ടി മാത്രം ജനനം സംഭവിച്ച അല്ലെങ്കിൽ അങ്ങനെ ജന്മം എടുത്ത ഒരു വൃത്തികെട്ട കുലട സ്ത്രീ ഇരുന്നു കൊണ്ട് നിരന്തരം ഇസ്ലാമിനെ അവഹേളിക്കുകയാണ്. പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. സത്യത്തിൽ അതിൽ ഒരു പരിധി വരെ ഇസ്ലാമിയർ തന്നെയാണ് കുറ്റക്കാർ. ഈ സ്ത്രീയെ നിരന്തരമായി കേസ് കൊടുക്കുകയാണ് വേണ്ടത്. ഈ സ്ത്രീക്കെതിരെ നിയമ നടപടികൾ എടുക്കുകയാണ് വേണ്ടത്. ഫേക്കായിട്ടുള്ള സംഗതികൾ എഴുതി കൂട്ടി കൊണ്ടുവന്ന് ഇസ്ലാമിനെ അവഹേളിക്കാൻ മാത്രം നിലകൊള്ളുന്ന ഈ സ്ത്രീക്ക് തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ പണിഷ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇന്ന് കണ്ട ഒരു പോസ്റ്റാണ്, ഇവരുടെ ടൈം ലൈനിൽ കണ്ട ഒരു പോസ്റ്റാണ്. ഈ പോസ്റ്റിൽ പറയുന്നത് കോടിക്കണക്കിന് ഭ്രാന്തന്മാരാൽ നിറയ്ക്കപ്പെട്ട ഒരു ഭ്രാന്താശുപത്രിയാണ് ഇസ്ലാം മതം. ഇതൊന്ന് കൺവേർട്ട് ചെയ്ത് ഇംഗ്ലീഷിലാക്കി താടി ഇന്ന് കേൾക്കട്ടെ. അങ്ങനെ ഭ്രാന്തന്മാരാൽ ഉണ്ടായതാണ് ഇസ്ലാം മതം എന്ന് എബ്രഹാം ലിങ്കൻ പറഞ്ഞു എന്ന്. അടുത്ത ആ ഭ്രാന്താശുപത്രിയിലെ ഭ്രാന്തന്മാരുടെ ബാഹുല്യം കാരണം ചികിത്സ കൊടുക്കാൻ പോലും കഴിയാതെ വിഷമിക്കുന്ന ഒരു ആധുനിക ലോകത്തിന്റെ നൊമ്പരങ്ങളായിരിക്കും ഇനി വരുന്ന നൂറ്റാണ്ടുകളിൽ രത്ന ചുരുക്കം. എബ്രഹാം ലിങ്കൻ എന്തിനു വേണ്ടി ഫൈറ്റ് ചെയ്തു? എബ്രഹാം ലിങ്കൻ എന്തായിരുന്നു? ഇത് യാതൊരു റെഫറൻസും എടുക്കാതെ ഇവർക്ക് വാട്സപ്പിൽ വരുന്ന ഒരു സുനായി എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ട് ഇവരങ്ങ് തകർക്കുകയാണ്. എനിക്ക് അങ്ങനെ മനസ്സിലായിട്ടല്ല. അത് ഇങ്ങനെയൊരു കോട്ട് ഇദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്കറിയത്തില്ല, ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ പറയുക. എബ്രഹാം ലിങ്കൻ എന്താ ഇസ്ലാമിനോട് ഇത്ര ശത്രുത? അദ്ദേഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വാലിസത്തിന് വേണ്ടി പോരാടിയ മനുഷ്യനാണ്. സിവിൽ വാർ, അതിനെ തുടർന്ന് 16ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ 1800കളിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ആ സമയത്തൊക്കെ ഇസ്ലാം അമേരിക്കയ്ക്ക് ഒരു പ്രശ്നം ഒരിക്കലും ഇല്ല. പിന്നെ അമേരിക്കയുടെ തന്നെ കണ്ടുപിടുത്തമാണ് ഇസ്ലാമിനെ നമുക്ക് പ്രതിസ്ഥാനത്ത് നിർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ ഉണ്ടാക്കുന്ന വെപ്പൺസ് ഒക്കെ വിറ്റഴിക്കാൻ ആ മറ്റ് രാജ്യങ്ങൾക്ക് ഒരു ഉപകാരമാകും എന്നുള്ള രീതിയിൽ അവർ തമ്മിൽ തല്ലിക്കുക എന്നുള്ളതാണ്. ഈ കുരുട്ടുവിദ്യ പ്രയോഗിക്കുന്ന പരിപാടി അമേരിക്കക്കാരന്മാരായിരുന്നു തുടങ്ങിയത്. പക്ഷെ അപ്പോഴൊന്നും ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു കാരണവശാലും ഇസ്ലാമിനെതിരെ അദ്ദേഹം എവിടെയും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. നിങ്ങൾക്കുണ്ടെങ്കിൽ പറയുക. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു വലിയ മലയാള കൊട്ടേഷൻ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെരുപ്പൂരി അടിക്കുക ആൾക്കാർ. കാരണം ഇങ്ങനെ ഒരു സാധനം പുള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എത്ര വലിയ നുണയാണ് ഇവർ പ്രചരിപ്പിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാണ്. ഒരു രീതിയിലുള്ള ഒരു അല്പം പോലും യോഗ്യതയില്ലാത്ത ഒരു സ്ത്രീയാണ്. നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്ന എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾക്ക് തിന്നണം, അവളെ മോളെ ഇപ്പം ഡോക്ടറാക്കണം, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നുണ പ്രചരിപ്പിക്കേണ്ട കാര്യമുണ്ട്? ഇത് എത്ര വലിയ നുണയാണ് ഈ പ്രചരിപ്പിക്കുന്നത്? ഇത് വായ്ത്താളം അടിക്കാനും കുറേ എണ്ണം. ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇസ്ലാമിനെ നവീകരിക്കാനായിട്ട് വന്നിരിക്കുന്ന സ്ത്രീ ഇങ്ങനെ ഇസ്ലാമിനെ തെറി വിളിച്ചാണോ നവീകരിക്കുന്നത്? ഇസ്ലാമിയരായിട്ടുള്ള മനുഷ്യരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഇസ്ലാമിനെ നവീകരിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവൾ നവീകരണമല്ല പറയണത്, അവൾക്ക് ആമാശയത്തിന്റെ പ്രശ്നമാണ്. ജോലി ചെയ്യാൻ വയ്യ, ഇരുന്ന് തിന്നണം, മോളെ ഡാക്കിട്ടറാക്കണം. എടി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന പണം കൊണ്ട് ഇതിൻ്റെ മാളെ ഡാക്കിട്ടറാക്കി ആ കൊച്ച് ആയിസെത്തൂന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇതെന്ത് സ്വഭാവമാണെന്നോ എനിക്കറിയില്ല. എന്തിനാ ഈ നുണ പറയണേ? വൈദ്യവേ എനിക്കൊരു സംശയമുണ്ട്. ഇതിപ്പോൾ എന്തായാലും സംഖ്യകൾ പ്രചരിപ്പിക്കാൻ ചാൻസ് ഇല്ല. കാരണം അത്രയും പൊട്ടന്മാരല്ലല്ലോ. എബ്രഹാം ലിങ്കൻ്റെ കൊട്ടേഷനൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റി പിടിച്ച് കൊണ്ടുവന്നവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 100% ഇത് കൊടുത്തിരിക്കുന്നത് ആരാണെന്ന് അറിയാം? കാസ ടീമാണ്. ഇത് വായിക്കുന്നത് സംഖ്യകൾ, രണ്ടും കണക്കാണ്. കൊടുത്തിരിക്കുന്ന കാസ ടീമുകാർക്ക് അറിയത്തില്ല. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ല, സേഫ് സോണിൽ പോകുന്നത് അവരാണ്. ഇവള് പെടും. ഇവളെ തൂക്കുക തന്നെ വേണം ഇങ്ങനെ പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള റോങ് ആയിട്ടുള്ള മെസ്സേജ് പൊതുസമൂഹത്തിന് കൊടുത്ത് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രഭാഷണം നടത്തുന്ന ഈ സ്ത്രീയെ ജയിലിലടക്കുകയാണ് വേണ്ടത്. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ആരും കൊടുത്തിട്ടില്ല. നമ്മുടെ സൊസൈറ്റിയിൽ അനാവശ്യമായ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വൃത്തികെട്ട സംസാരിക്കുന്ന ഈ സ്ത്രീയെ തുറങ്കിലടക്കിയല്ലേ വേണ്ടത്? എന്താ നിങ്ങളൊന്നും കേസ് കൊടുക്കാൻ വേണ്ടായിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ആക്ട് ചെയ്യാത്തത് കൊണ്ടാണ് ആ തലയ്ക്ക് മേലെ കയറിയിരിക്കുന്നത്. ഇനി ഇവൾക്ക് ഇസ്ലാമിനോട് ഇത്രയും ശത്രുത ഉണ്ടെന്ന് തന്നെ വെക്കാം. അയ്യോടി അങ്ങ് കളഞ്ഞൂടെയാ മതം? എന്തിനാ നീ തലയെ പൊക്കി പിടിച്ചോണ്ട് നടക്കണം? ഹാമിത എന്ന പേരങ്ങ് കളഞ്ഞൂടെ? പേര് മാറ്റട, നീ അത് തന്നെ വെച്ചോ. പണ്ടാരം കഞ്ചാവ് വെക്കാടാ മോക്ക്, അത് നല്ല പേരാ, സൂപ്പറാ, വെച്ചോ. അല്ല, എൻ്റെ കൊച്ചുങ്ങളെ പേരെന്തുവാ? എൻ്റെ കൊച്ചുങ്ങൾ ഇപ്പോഴും ഇസ്ലാമി തന്നെയല്ലയോ? എൻ്റെ കൊച്ചുങ്ങൾക്ക് ഇസ്ലാമിയത്തും വേണമോ? എൻ്റെ കൂടെ താമസിക്കുന്ന ഓനും ഇസ്ലാമല്ലയോ? ഇസ്ലാം ഇത്രയും കുഴപ്പമാണെങ്കിൽ അവരെന്തിനാ നീ കൂടെ വെച്ചിരിക്കുന്നേ? അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വ്യക്തമാകുമെന്ന് മനസ്സിലാവുന്നില്ലേ? ശ്രീ പച്ചയ്ക്ക് അവരാധിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ജൽപ്പനങ്ങൾ എന്തൊക്കെയായിരുന്നു തള്ളി മറിക്കണേന്ന് അറിയാമോ? ആരും ശ്രദ്ധിക്കുന്നില്ല, ആരും കാണുന്നില്ല എന്ന് കരുതി നമ്മൾ ഇഗ്നോർ ചെയ്യുന്നതാണ്. അങ്ങനെയല്ല ഇത് സമൂഹത്തിന് തന്നെ ഒരു ദുരന്തമായ, ഒരു സാമൂഹിക ദുരന്തമായി സ്ത്രീയെ പ്രഖ്യാപിക്കണം. വാട്സപ്പിൽ വന്നിരിക്കുന്ന സുനായും എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തൊരെണ്ണം. പ്ലീച്ചർ എന്നങ്ങ് പേര് വെച്ചാണ് പ്ലീച്ചി എന്നാണ് വിചാരിക്കുന്നത്. അപ് ടു സെക്കൻഡിൽ കാര്യങ്ങൾ പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇരുന്നുകൊണ്ട് അവൾ കണസാ പിണസാ പറയുന്നത്. തലയ്ക്ക് വെളിവില്ലാത്ത ഈ സ്ത്രീ പിടിച്ച് അങ്ങനെക്കിടേണ്ട സമയം കഴിഞ്ഞെന്നേ. ഇതൊക്കെ എന്തൊക്കെ വൃത്തികേടുകളാണ്. എബ്രഹാം ലിങ്കൻ ഇങ്ങനെ ഒരു കാര്യം പറയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കോടിക്കണക്കിന് ഭ്രാന്തന്മാർ നിറയ്ക്കപ്പെട്ട ഒരു അദ്ദേഹം പറഞ്ഞത് സിവിൽ വാറിന്റെ സമയത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഡിമാൻഡ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വാലിസം വരണം, അടിമത്വം.
അത് പാടില്ല. ഈ അവിടെ ഏറ്റവും കൂടുതലുള്ള ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് കറുത്തവരും വെളുത്തവരും തമ്മിലുള്ള യുദ്ധവും അതുപോലെ അടിമത്തവും ഒക്കെയാണ്. അത് ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടായിരിക്കാം, എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. അക്കാലഘട്ടങ്ങളിലെ കൂടുതൽ അറിവ് ഞാൻ പകർന്നു തരാൻ ആഗ്രഹിക്കുന്നില്ല, എൻസൈക്ലോപീഡിയൊന്നുമില്ല ഞാൻ. പക്ഷേ അദ്ദേഹം എതിർത്തത് അതിനെയാണ്, ഹ്യൂമാനിറ്റിയാണ് അദ്ദേഹം ബേസ് ചെയ്തത്. അത് ഇഷ്ടം പോലെയുള്ളത് ഇസ്ലാമിലല്ലേ, ഇക്വാലിസം ഉള്ളത് ഇസ്ലാമിലല്ലേ? ഇസ്ലാമിൽ അങ്ങനെ ഒരു രീതിയുണ്ടോ? അടിമയെ വിവാഹം കഴിച്ചുകൊണ്ട് മാതൃക കാണിച്ചാണ് മുഹമ്മദ് നബി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് രീതിയിലുള്ള വിവാഹത്തിനെ കളിയാക്കുന്ന ഇവക്ക് അതൊന്നും മനസ്സിലാകത്തില്ല. ആരോ എഴുതിയ കുറേ സാധനങ്ങൾ, ഹദീസുകൾ. ഇപ്പോൾ ഒരു വ്യക്തിയെ പറ്റി ഒരു കാര്യവും അറിയാതെ പരപോക്രത്തരം പറയുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ് ഈ സ്ത്രീക്ക്. എന്നെ പറ്റി പറഞ്ഞു, ഞാൻ 69 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന്. എനിക്കറിഞ്ഞൂടപ്പ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. പറഞ്ഞങ്ങ് ഉണ്ടാക്കാണ്. പുള്ളിക്കാരത്തെ വാങ്ങ ആകാശത്ത് പിടിക്കണം. ആരെങ്കിലും 20 വയസ്സുള്ള കൊച്ചിനോ ലിപ്പിൽ ലോക്ക് ചെയ്യുമോ, ലിപ്പ് ലോക്ക് ചെയ്യുമോ? എന്ത് ചോദ്യ? അതായത് ഒരു അമ്മയും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം വൾഗറാക്കാമോ അതാക്കുകയാണ്. ചിന്ത മുഴുക്ക സെക്സാണ്. ഒരു സ്ത്രീയെ നമ്മുടെ അപ്പുറത്തെ സ്ഥാനത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീയെ അവഹേളിക്കാൻ അവരുടെ മകനെ വെച്ച് പറയുന്ന തരത്തിലുള്ള മനോവൈകൃതമുള്ള ഒരു നികൃഷ്ട ജന്തുവാണ് ഈ സ്ത്രീ. അതിനപ്പുറം എന്താണ്? എന്ത് വൃത്തികെട്ടാണ് ഈ സ്ത്രീ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? എന്തൊരു വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്, അതൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇപ്പൊ ഈ വാട്സപ്പിൽ വന്ന സാധനം എടുത്തു കൊണ്ടുവന്നത് പബ്ലിഷ് ചെയ്യുന്നു. ഇത് കാണുമ്പോൾ എബ്രഹാം ലിംഗം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, എന്നാ പിന്നെ ഇസ്ലാം കൊള്ളത്തില്ല. ഇതല്ലേ ഇമാതിരി ഒന്ന് പരമമായ സത്യം ഒന്ന്. അങ്ങനെയാണെങ്കിൽ ഇവളെ വാപ്പ ഇസ്ലാം അല്ലേ, ഇവളെ കൂടെ ഉള്ളവൻ ഇസ്ലാം അല്ലേ, ഇവളുടെ കുഞ്ഞുങ്ങൾ ഇസ്ലാം അല്ലേ? അപ്പൊ ദുഷ്ടന്മാർ നടന്നതാണോ ഇസ്ലാം? അതിനൊരു വ്യക്തത തരൂ. ഈ ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ ഇതിനകത്ത് കുറച്ച് ഭ്രാന്തന്മാരുണ്ട്, അങ്ങനെയല്ലേ പറയാ? ഇത് മൊത്തം ഇസ്ലാമിനെയല്ലേ അവൾ അങ്ങോട്ട്, ഇതിനകത്ത് ഒരു വേർഡ് ഇസ്ലാമിൽ കുറെ ഭ്രാന്തന്മാരുണ്ട് എന്നാണോ എഴുതിയിരിക്കുന്നത്? ഇതിനകത്ത് എന്താണ്? കോടിക്കണക്കിന് ഭ്രാന്തന്മാരായി. കോടിക്കണക്കിന് ജനങ്ങളെല്ലാം ഭ്രാന്തന്മാരാണ്. ഇയാൾ കണ്ടുപിടിച്ചതാ. ഒരു ഭ്രാന്താശുപത്രിയാണ് ഇസ്ലാം മതം, ചികിത്സ കൊടുക്കാൻ പറ്റത്തില്ല എന്ന്. ലിംഗൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഇത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യർ എബ്രഹാം ലിംഗനെ എടുത്തു വെച്ച് അമരാവതിക്കും. ഉടനെ ക്രിസ്ത്യൻസിനെ അങ്ങോട്ട് ഇളക്കി വിടാം. അപ്പോൾ അവർക്ക് ഉടനെ നോവും, അവരതിനെതിരെ സംസാരിക്കും. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ എത്തിസ്റ്റുകൾക്കൊക്കെ ദേഷ്യം പിടിക്കുന്ന ഒരു കാര്യമാണ് ഈ എബ്രഹാം ലിംഗനെ പറയുന്നത്. അപ്പം സ്വാഭാവികമായി രണ്ട് വിഭാഗങ്ങളെ തമ്മി തല്ലിക്കാൻ വേണ്ടി ഈ സ്ത്രീ നടത്തുന്ന പൊറോട്ട് നാടകമാണിത്. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ കഴിവില്ലാത്ത ഒരു എന്താ പറയണ, നിഷ്കുണ പരബ്രഹ്മമായ കുറേ എണ്ണം ഇവിടെ ഉണ്ട്. ഇത്രയും പെർസെൻറ്റേജ് ഉള്ള ഒരു പോപ്പുലേഷനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് ഈ വായ്ത്താളടിക്കുന്ന ഇവക്ക് നല്ലൊരു പൊട്ടിയിലെങ്കിലും കൊടുക്കാൻ ആരും ഇല്ലാത്തത് കഷ്ടം തന്നെയാണ്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് ഹൈപ്പ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.